നമസ്കാരം. അപ്പാടെ ഒരു നിരാശാജനകമായിട്ടുള്ള ഉത്തരസൂചികയാണ് നമുക്കിപ്പോൾ വന്നേക്കുന്നത്. മീൻസ് നമ്മുടെ ആൻസർ കീ. ഞാൻ ഒന്ന് ഫുൾ നോക്കിയപ്പോൾ കുട്ടികൾക്ക് വലിയ പ്രയോജനമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടുമേ ഇല്ലാത്ത ഒരു രീതി. നിങ്ങൾക്കാണ് ഏറ്റവും ഇപ്പോൾ മാർക്കിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ പലർക്കും കടന്നുകൂടി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികൾ എഴുതുന്നുണ്ട്. ഇനി ബുദ്ധിമുട്ടില്ലാതെ ഇതുവരെ വന്നവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു എക്സാം കൂടിയാണിത്. മീൻസ് പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും ഇത് നല്ല ടഫാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സാധാരണ ഉള്ള ഒരു കുട്ടിക്ക് ഇത് എന്തുമാത്രം ടഫായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് മീൻസ് ആൻസർ കീ വന്നേക്കുന്നത്. ഇത് വായിക്കുമ്പോൾ എനിക്ക് ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ള മീൻസ് അവര് റിമാർക്കായിട്ടാണ് പല ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ആ രീതിയിൽ കൂടെ എഴുതിയില്ലെങ്കിലും ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും എന്നുള്ളൊരു റിമാർക്കുണ്ട്. പലരും അവരെ കറക്റ്റ് ആൻസർ കറക്റ്റ് ആയിട്ട് ആ മോഡൽ എഴുതാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയും എഴുതാം എന്നുള്ള രീതി കൂടെയൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയും സാധ്യത ഇല്ലാത്ത രീതിയിൽ കൂടെയാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ചില ക്വസ്റ്റ്യനൊന്നും സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാനും പഠിപ്പിച്ചിട്ടില്ല ആ ക്വസ്റ്റ്യനൊന്നും. ഞാൻ പഠിപ്പിക്കണം. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ വന്നേക്കുന്നത് 4 മാർക്കിന്റെ ആണ്. പക്ഷെ അത് ഞാനും പഠിപ്പിച്ചില്ല, കാരണം അത്രയും ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും ഇത്ര നാളും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. പല കുട്ടികളും എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല. ടീച്ചേഴ്സിനും അറിയാം, പക്ഷെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനൊരു പ്രത്യേകിച്ച് ഒരു പരിഗണനയില്ല, മീൻസ് ഒരു കൺസിഡറേഷനും ഇല്ല, അതിന് മാർക്ക് തരാനൊന്നുമില്ല. ചെയ്തെങ്കിൽ മാത്രം. അപ്പൊ അതൊക്കെ കുട്ടികളുടെ നഷ്ടപ്പെടുകയാണ്, ആ പ്രോബ്ലമേ നഷ്ടപ്പെടുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പല രീതിയിൽ കൂടെയും. പിന്നെ നമുക്ക് ആശ്വാസമായിട്ട് ഞാൻ പറയാം, ലാസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു 6 മാർക്കിന്റെ. അതുകൊണ്ട് മാത്രം പല കുട്ടികൾക്കും ഒരു ആശ്വാസം എന്ന് പറയാം. പക്ഷെ മറ്റ് 2 സെഷൻസിലും പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇത് ജനറലായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ എന്തുമാത്രം എഴുതിയെന്നൊക്കെ ഉള്ളത് ഇനിയും വാല്യൂ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ തന്നെങ്കിലേ ഉള്ളൂ. അതിന് സാധ്യതയില്ല, കാരണം ഇത് സ്കീം ഓഫ് വർക്ക് വന്നേക്കുന്നതായതുകൊണ്ട് ഇനിയിപ്പം മാറ്റങ്ങൾക്കൊന്നും വലിയ സാധ്യതയില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മെട്രിസസിലെയാണ്. പലരും ആ ക്വസ്റ്റ്യൻ കണ്ട് ചെയ്തോന്ന് അറിയത്തില്ല. ചെയ്യാനൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ അത് ചെയ്ത് കാണും. സെക്കൻഡ് ക്വസ്റ്റ്യൻ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അവിടെ ഒന്നും പ്രത്യേകിച്ച് മാർക്കിനെ കുറിച്ചൊന്നും ഇല്ല, ചെയ്തെങ്കിൽ ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിച്ചുകൊണ്ട് പോകുന്നവരുടെ എണ്ണം തന്നെ ഓൾറെഡി വളരെ കുറവാണ്. അതൊക്കെ ലാസ്റ്റ് ചോയ്സാണ്. പലർക്കും അതൊന്നും തൊടാൻ പറ്റിയിട്ടില്ല. പഠിച്ചു വരുമ്പോൾ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിടുന്നതാണ്. അവിടെ ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ഷോ ചെയ്യാനും അതൊരു ഇക്വലൻ ക്ലാസ്സിനെ എടുത്ത് എഴുതാനും. അപ്പൊ ഇക്വലൻ ക്ലാസ് കണ്ടിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ട്, എന്തോ ആണെന്ന് പോലും അറിയില്ല. അതൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ അവിടെ ലാസ്റ്റ് അതിനൊരു റിമാർക്ക് പറഞ്ഞേക്കുന്നത് R is equal to 1 1 2 2 3 3 4 4 എന്ന് ഒരു റിലേഷനുള്ളിൽ അത് മാത്രമേ എഴുതിയുള്ളൂ എങ്കിലും 1 മാർക്ക് തരാമുണ്ട്. അത് എത്ര പേര് എഴുതിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. 1 1 2 2 3 3 4 4 അങ്ങനെ 4 ഓടയുടെ പേര് എഴുതിയാൽ 1 മാർക്ക്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന് ടെക്സ്റ്റ് ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ ആണ്. അത് പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റിന്റെ ഏരിയയുടെ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മുടെ പ്രാക്ടിക്കലി ചെയ്തിട്ടുള്ളതാണ്. പലരും പക്ഷേ പ്രാക്ടിക്കലൊക്കെ അത് കണ്ടോണെന്ന് അറിയില്ല. ഏരിയയുടെ സൈനിക്സിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ. അതിന്റെ ആൻസർ 4 ആണ് കേട്ടോ. പിന്നെ അവിടെ ഒരു റിമാർക്ക് പറഞ്ഞേക്കുന്നത് ഗ്രാഫ് ഉണ്ടല്ലോ, സൈനിക്സിന്റെ ഗ്രാഫ് ഉണ്ട്. സൈനിക്സിന്റെ ഗ്രാഫ് ഞാൻ പെൻ എടുത്തോട്ടെ. സൈനിക്സിന്റെ ഗ്രാഫ് വരച്ചവർക്ക് അങ്ങനെ ഒരു അത് സാധ്യത കുറവായിരിക്കാം, ചിലർക്ക് എഴുതുന്നുണ്ട്. ഇങ്ങനെ ഗ്രാഫ് വരച്ച് ഇവിടൊക്കെ ഷെയ്ഡ് ചെയ്തവർക്ക് 1 മാർക്ക് കൊടുത്തേക്കാം പറഞ്ഞിട്ടുണ്ട്. ചെയ്തില്ലെങ്കിലും ഗ്രാഫ് വരച്ചവർക്ക് 1/2 മാർക്കേ ഉള്ളൂ കേട്ടോ, 1 മാർക്ക് പോലും ഇല്ല. പിന്നെ ഫോർമുല ഇന്റഗ്രൽ a to b y dx. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏരിയയുടെ ഫോർമുല ഇന്റഗ്രൽ a to b y dx. അത് എഴുതിയാലും 1/2 മാർക്ക്. അങ്ങനെ 1 മാർക്കിനുള്ള സാധ്യത ഇങ്ങനെയുണ്ട്. പക്ഷെ ഇത് എത്ര പേർക്ക് തലയിൽ പ്രവർത്തിച്ചുണ്ടോ എന്ന് അറിയത്തില്ല ടൈമിൽ കേട്ടോ. അതൊരു പ്രോബ്ലം. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ വെക്ടർ ആയിരുന്നു. വെക്ടർ പി ക്യു. അത് പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ അതിന്റെ ഒരു അടുത്ത പാർട്ട് പറയുന്നത് കോസ് തീറ്റ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ ചെയ്തവര് അത് പിന്നെ ചെയ്യാൻ പറ്റും. അതൊരു ക്വസ്റ്റ്യൻ ടഫാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ അവിടെ 2 റിമാർക്ക് വന്നേക്കുന്നത് കോസ് തീറ്റ ഫോർമുല കോസ് തീറ്റയുടെ ഫോർമുല എഴുതുന്നവർക്ക് 1/2 മാർക്കുണ്ട്. എ ഡോട്ട് ബി ബൈ മോഡലസ് എ ഇൻറ്റു മോഡലസ് ബി എന്നൊക്കെ എഴുതിയാൽ മതി. നെക്സ്റ്റ് എ ഡോട്ട് ബിയും മോഡലസ് എ ഇൻറ്റു മോഡലസ് ബി ഒക്കെ കണ്ടുപിടിക്കുന്നവർക്ക് 1/2 മാർക്കുണ്ട്. എ ഡോട്ട് ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1/2 മാർക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലാണ്. അത് അപ്പാടെ പോയി. 2ാമത്തെ പാർട്ട് പോയി. അത് ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളാണ്, പക്ഷെ നല്ല ടഫ് തന്നെയാണ്. പല കുട്ടികൾക്കും അത് ചെയ്യാൻ സാധിച്ചു കാണത്തില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം കേട്ടോ. ഇത്തിരി ടഫായിരുന്നു.
അപ്പൊ അത് പോയി. അവിടെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് 2 മെത്തേഡ് ഉണ്ട് കേട്ടോ. ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, വേറെ മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡും ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനകത്ത് മെത്തേഡ് വേറെ ഒന്നും നമുക്ക് പറ്റില്ല. പിന്നെ 6ാമത്തെ ക്വസ്റ്റനില് അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നോ എക്സ് ഗ്രേറ്റർ ദാൻ 2 അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അതൊക്കെ മനസ്സിലാക്കി എഴുതിയവരെ എഴുതി അത്രേ ഉള്ളൂ. പിന്നെ ഡെറിവേറ്റീവ് dy/dx ഡെറിവേറ്റീവ് ചിലപ്പോൾ റൂട്ട് സൈൻ ഓഫ് 2x+1 അതിന് ഡെറിവേറ്റീവ് ചിലർ എഴുതി കാണും കേട്ടോ. അതിന് 1 മാർക്കുണ്ട്. പിന്നെ 7ാമത്തെ ക്വസ്റ്റനിലും 1 1 1 എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അതിന്റെയൊക്കെ അതും ഈ ഞാൻ പറഞ്ഞ പോലെ ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് നോക്കാത്തതിന്റെ പേരിൽ 1 1 1 ഒക്കെ പിന്നെ പഠിച്ചത് അതേപടി വന്ന് ചെയ്യും. ഇത്തിരി മാറിയാൽ കഴിഞ്ഞു കേട്ടോ. ആക്സിഡന്റ് ആയി പോലെ ഇച്ചിരി ഒന്ന് മാറിയാൽ കൊക്കയ്ക്കത് വീണു എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അതൊന്നും മാറിയാൽ പിന്നെ ചെയ്യാത്തവരാകും പല കുട്ടികളും. അപ്പൊ അതിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അവിടെ റിമാർക്ക് പറഞ്ഞേക്കുന്നത് 1 1 നോട്ട് 1 1 എന്നൊക്കെ എഴുതുന്നവർക്ക് 1 മാർക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആരോ ഡയഗ്രമൊക്കെ വരച്ചവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഡെഫിനിഷൻ എഴുതുന്നവർക്കോ ഒക്കെ ഉണ്ട്. 1 1 ഇപ്പൊ f(x1) = x1 x2 x1 f(x1) = f(x2) implies x1 = x2 1 1 എന്നൊക്കെയുള്ള അതിന്റെ കണ്ടീഷൻസ് ഒക്കെ എഴുതുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ തരും കേട്ടോ. എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതിയാൽ 1 മാർക്ക് 1 മാർക്കും ഒക്കെ തന്നുണ്ട് കേട്ടോ. പിന്നെ ഓണ്ടുവിന്റെ കണ്ടീഷൻ ഉണ്ട്, നമ്മുടെ ഈ റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ അങ്ങനെയുള്ളതൊക്കെ എഴുതി കഴിഞ്ഞാൽ 1 മാർക്കൊക്കെ 1 മാർക്കൊക്കെ തരും കേട്ടോ. 1 മാർക്കുണ്ട് അതിൽ. പക്ഷെ അതൊക്കെ എഴുതാൻ തോന്നണ്ടേ, ഒരാൾ പറഞ്ഞാൽ എഴുതണം. പക്ഷെ നമ്മൾ ഈ എക്സാമിന് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മാർക്ക് തരുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അവരിപ്പോൾ പറഞ്ഞപ്പോഴേ നമുക്ക് ഇതൊക്കെ മനസ്സിലായത് അല്ലേ. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും അങ്ങനെയൊന്നും മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ അവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കിട്ടും. 8ാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ആണ്. അത് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണോ എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ആയിരുന്നു കേട്ടോ. അത് പിന്നെ P(A)*B = P(A) × P(B) എന്ന് ആ ഇൻഡിപെൻഡന്റ് കണ്ടീഷൻ ഏതാണ്? 2 events A and B are said to be independent, then P(A)*B = P(A) × P(B) നമുക്ക് 1 മാർക്ക് കിട്ടും. പക്ഷെ അത് ആ ഇൻഡിപെൻഡന്റ് കാണുമ്പോഴേ അങ്ങനെയൊക്കെ അങ്ങ് എഴുതി വെച്ചേക്കണം. കാരണം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയും, ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് മാർക്ക് തരാൻ എന്തെങ്കിലുമൊക്കെ എഴുതിയവർക്കല്ലേ പറ്റുള്ളൂ. ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നവർക്ക് എന്ത് ചെയ്യും? അവർക്ക് എഴുതാൻ പറ്റും. അപ്പം എന്തെങ്കിലുമൊക്കെ അതായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റിൽ മാർക്ക് തരും. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യന് മെട്രിസസിലെ നമ്മുടെ ട്രാൻസ്പോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. A+A ട്രാൻസ്പോസ് A+A ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്നൊക്കെ ഉള്ളതിന്റെ ആണ്. അതും അവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ A ട്രാൻസ്പോസ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്തെങ്കിലും എഴുതി കാണും, അത് ഉറപ്പാണ്. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ അപ്പാടെ പോയി. ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷനിലെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്. അത് പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ മെത്തേഡ് പറ്റില്ല. 2ാമത്തെ ആ പാർഷ്യൽ ഫ്രാക്ഷനിൽ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിന് നിങ്ങൾക്ക് ഇത്തിരി പണി കിട്ടി എന്നുള്ളത് ഉറപ്പാണ്. അതൊരു ഇച്ചിരി പണിയായിപ്പോയി, ഞാനത് പ്രത്യേകിച്ച് പറയാനില്ല, ഇച്ചിരി പണിയായിപ്പോയി. അതും 4 മാർക്കാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ എനിക്ക് വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എപ്പോഴും നമ്മളിപ്പോ മോഡലിനൊക്കെ ആണെങ്കിൽ വന്ന സ്ഥിതിക്ക് എല്ലാവരും അതൊക്കെ തന്നെ പഠിച്ചോണ്ട് പോയി. ഇവിടെ വന്നപ്പോൾ താഴെ കിടക്കുന്നു, വലിയ കൊക്കയിലോട്ട് തെള്ളി ഇടുന്ന പോലെ ഒറ്റ ചവിട്ടായിരുന്നു. എല്ലാവരുടെ താഴെ പോയി വീണു, അത്രേ ഉള്ളൂ. അതൊന്നും ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഇപ്പൊ എന്ത് ചെയ്യാൻ, അത് A/B/CX+D വരെ ഉപയോഗിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇത്തിരി പ്രോബ്ലം വരുന്നത് BX+C വരെ മതി. കാരണം 2ാമത്തെ ഒരു ക്വാഡ്രാറ്റിക് ഡിനോമിനേറ്ററിൽ x² + 1 അത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക്കാ. അതുകൊണ്ട് BX+C/by ആണ് അത് ഉപയോഗിക്കേണ്ടത്. സാധാരണ അത് നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും പിള്ളേരെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യന് ഡിക്രീസിങ് ഇൻക്രീസിങ്ങിന്റെ ഫംഗ്ഷൻ ആണ്. ഈ ഗ്രാഫൊക്കെ വരയ്ക്കുന്നവർക്ക് മാർക്കുണ്ട്. അവിടെ ഒരു ചെറിയ റിമാർക്ക് പറഞ്ഞിട്ടുണ്ട്. ഫിഗർ വരച്ചാൽ 1 മാർക്ക്, പിന്നെ ഡിക്രീസിങ് ആവുന്നത് f'(x < 0)ലാണ് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1/2 മാർക്ക് കൂടെ തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യന് നമുക്കതും ഡെറിവേറ്റീവിന്റെയും ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ ചെയ്തോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം അതൊക്കെ സാധ്യത കുറവാണ്. വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യനൊക്കെ പക്ഷെ എഴുതാൻ. ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വലിയ വിഷമം വന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ 12ന്റെ ആ 2ാമത്തെ പാർട്ട് ഉണ്ടല്ലോ, അത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലെ ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാനതാ പറഞ്ഞ, ഞാനും പഠിപ്പിച്ചിട്ടില്ല ആ ക്വസ്റ്റ്യൻ കേട്ടോ. കാരണം അത്രയൊന്നും ക്വസ്റ്റ്യൻ ഇത്രയും ടഫായിട്ടുള്ളത് വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം പക്ഷേ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ടഫായിട്ടുള്ളത് വന്നിരുന്നു. ഇതേ അവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷവും. അതൊരു സർക്കിളിനുള്ളിൽ സ്ക്വയർ മാക്സിമം ഏരിയ ആവും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, അതെല്ലാവരും പഠിച്ചു. അത് ഏതാണ്ട് കഴിഞ്ഞ ശേഷം ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ചു. അതൊന്നും ഇനി ഒരിക്കലും വരത്തില്ലായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. പക്ഷേ
പിള്ളേരെ നമുക്ക് പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് പക്ഷെ നമുക്ക് ഇത്രയും ടഫ്, കാരണം ഇതിനകത്ത് ഒത്തിരി ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട് ഇതേപോലത്തെ കേട്ടോ. 1ഉം 2ഉം പേജസ് വരുന്നത് ചെയ്ത് വരുമ്പോൾ അത്രയ്ക്കുണ്ട്. അപ്പൊ അതിന് നമുക്ക് അത് എത്ര മാർക്കാ? 4 മാർക്കാ കേട്ടോ. അത് ഇച്ചിരി പണിയായിപ്പോയി. പിന്നെ 14ാമത് അതിലും പണിയാണ്. ഗ്രാഫ്, നമ്മുടെ ഏരിയ, അതും പണിയായിപ്പോയി. ഞാൻ പറഞ്ഞ നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള രീതിക്കുള്ള ക്വസ്റ്റൻ ആണ് ആ ഭാഗങ്ങളെല്ലാം വന്നേക്കുന്നത്. ഓരോന്ന് വായിക്കുക, അടുത്തതിലോട്ട് വായിക്കുക, അടുത്തതിലോട്ട് പോയി, ഇങ്ങനെ വായിച്ച് അവസാനം കണ്ടുവരും കാണും. ആദ്യമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അറിയാം എന്ന് പറഞ്ഞ് വായിച്ച് അടുത്തതിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ഓടിച്ച് ലാസ്റ്റ് പോയി തൊട്ട് പിന്നെ പുറകിൽ നിന്ന് ഒന്നുകൂടെ വന്നൊക്കെ ആയത്. പിന്നെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഭാഗം മാത്രം അത്യാവശ്യം ഈസി ആയിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും പിന്നെ നമ്മുടെ ഇത് മെട്രിക്സ് മെത്തേഡിൽ കൂടെ സോൾവ് ചെയ്യാനും ലീനിയർ അതൊക്കെ ഉള്ളൂ പറയാൻ. മറ്റുള്ള ഒന്നും പറയാൻ പോലും ഇല്ലേ, നമുക്കൊരു പരിചയം എന്ന് പറയാൻ പോലും ഇല്ലാത്ത ക്വസ്റ്റനാണ്. അപ്പൊ അവിടെ നമുക്ക് ഗ്രാഫിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ താഴെ കൂടെയും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മണ്ടയ്ക്ക് മാത്രമേ ഈ ഷെയ്ഡ് പോർഷൻ, ഇത് എക്സൈസിന് താഴെ കൂടെ ഒക്കെ ഉണ്ട്, ഇങ്ങനെങ്ങാണ്ട് വരുന്നുണ്ട്, ഇങ്ങനെങ്ങാണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ വരുമ്പോൾ ഇത് മോഡുലസ് വേണം ഉപയോഗിക്കാൻ. ഞാൻ അത് ലിമിറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ, പിന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. അത് ഇവിടെ മോഡുലസ് വേണം, കാരണം താഴോട്ട് വരുമ്പോൾ ഏരിയ നെഗറ്റീവ് ആവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രോബ്ലം ഉണ്ട്. പിന്നെ അവര് പറഞ്ഞിരിക്കുന്നത് ഇനി മോഡുലസ് ഒന്നും ഇല്ലാതെ ചെയ്തു, ചില മോഡുലസ് ഇല്ലാതെ ഒന്നും ചെയ്ത് കാണുവർക്ക് അവർക്ക് 2 മാർക്ക് കിട്ടും കേട്ടോ. കാരണം അത് ഈ മോഡുലസ് ഇല്ലാതെ ഇവിടെ നെഗറ്റീവും ഇതോട് പോസിറ്റീവ് ആകുമ്പോൾ ഏരിയ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് മോഡുലസ് ഇട്ട് പോസിറ്റീവിലാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 14 ദിവസത്തിന്റെ ആദ്യത്തെ പാർട്ട് ഡി ഓപ്ഷൻ 90 ആയിരുന്നു, അത് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ A+B, നമുക്ക് ട്രയാങ്കിൾ ഓഫ് അഡീഷൻ ആണ് അവിടെ യൂസ് ചെയ്തത് കേട്ടോ. എയും ബിയും 2 വെക്ടേഴ്സുകൾ, ഒരു ട്രയാങ്കിൾ 2 സൈഡ്സ് ആണെങ്കിൽ അതിന്റെ തേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ സം ഓഫ് A+B ആയിട്ടല്ലോ ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ്. ഇനി A-B കണ്ടുപിടിച്ചാലും മാർക്ക് ഞാൻ പറഞ്ഞു കേട്ടോ. A+B ഇനി A-B എന്നാണ് മനസ്സിൽ തോന്നിയത്. ഓർഡറാ നിങ്ങൾക്ക് എടുത്തോ എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇനി വെക്ടർ പാരൽ ടു A+B ഓർ A-B ഗിവൻ 1 മാർക്ക് കേട്ടോ. 1 മാർക്ക് A+B ഓ A-B ആയിട്ട് 1 മാർക്ക് ഉണ്ട്. പിന്നെ അതിന്റെ അടുത്ത പാർട്ട് പിന്നെ എല്ലാവരും ചെയ്ത് കാണും. ഏരിയ ആണ് കേട്ടോ. ഏരിയ ഓഫ് പാരലോഗ്രാം അതെല്ലാവർക്കും അറിയാം. A×B കണ്ടുപിടിച്ചിട്ട് അതിന്റെ മോഡുലസ് കണ്ടുപിടിച്ചാൽ മതി, അത് കിട്ടിക്കാണും അല്ലേ. പിന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് ഫുൾ മാർക്ക് കിട്ടണേ. ഇത്രയും പ്രോബ്ലത്തിലൊക്കെ അതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ പ്രൈം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവനെയൊക്കെയാണ് നമുക്ക് മാർക്ക് കിട്ടേണ്ടത്. അതിന്റെ ആൻസർ 15/√3 എന്നായിരുന്നു കേട്ടോ. 15/√3. പിന്നെ കാർട്ടീഷ്യൻ ഫോർമുല, അത് പിന്നെ വേറെ മെത്തേഡും അതിനുണ്ട് കേട്ടോ. കാർട്ടീഷ്യൻ മെത്തേഡ് ചെയ്താലും മാർക്ക് കിട്ടും. 16ാമത്തെ ക്വസ്റ്റ്യന് വിട്ടുതരാം, നമുക്ക് മിക്കവാറും ചെയ്താൻ സാധ്യത കുറവാണ്, പ്രോബബിലിറ്റി ആയിരുന്നു. 17ാമത്തെ ക്വസ്റ്റ്യനും AX അത് ഞാൻ ഈ പറഞ്ഞ പോലെ മെട്രിക്സ് മെത്തേഡിൽ കൂടെ സോൾവ് ചെയ്യാൻ. അതിന്റെ ആൻസർ -4 14 2 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു കേട്ടോ. -4 14 2 അങ്ങനെയുള്ളവർക്ക് 6 മാർക്കാണ് അത് കിട്ടുന്നത്. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവിലായിരുന്നു. ആദ്യത്തേത് പാർഷ്യൽ നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻസ് ആയിരുന്നു, അത് എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. അതിന് 2ാമത്തെ പാർട്ട് പക്ഷേ പ്രശ്നമായിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെയാ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാ. e⁻x+1 = 1, അവിടുന്ന് d²y/dx² = dy/dx² എന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അതൊക്കെ സ്കൂളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു എക്സാം ആകുമ്പോൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളതാണ് പ്രോബ്ലം. അതുകൊണ്ട് നമുക്ക് അതൊരു വിശ്വസിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, പിള്ളേരെല്ലാം ചെയ്തോന്ന്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് എനിക്ക് അഭിമാനിക്കാവുന്ന ക്വസ്റ്റ്യനാണ്, കാരണം ഞാൻ ക്ലാസ്സിൽ റിവിഷൻ അന്ന് പഠിപ്പിച്ചൊരു ക്വസ്റ്റ്യനാണ്. x/1 + sin x. ഞാൻ പിന്നെ അത് പഠിപ്പിക്കുമ്പോൾ തൊട്ടേ പറയാറുണ്ട് ഇവൻ പുലിയാണെന്ന്. കാരണം അത് 3 ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പറഞ്ഞാൽ 1/1 + sin x, പിന്നെ 0 to π 1/1 + sin x, അതുപോലെ 0 to π x/1 + sin x. അതിൻ്റെ ഏറ്റവും 3ാമത്തെ ടൈപ്പ് തന്നെ വന്നിട്ടുണ്ട്. അതെനിക്ക് ക്ലാസ് ഞാൻ അന്ന് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ ഒരു സമാധാനമുണ്ട്. അതിന് നമുക്ക് കിട്ടുന്നത് അതിനകത്ത് ഒരു 3 മാർക്കോളം അതിനുണ്ട് കേട്ടോ. പിന്നെ 19ാമത്തെ LPP ആണ്. അത് പിന്നെ എല്ലാവർക്കും ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് പാർട്ട് 20ാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കയറി വന്നു. 6 മാർക്കിലോട്ട് കയറി. അവന് ഇച്ചിരി പ്രൊമോഷൻ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ജനറൽ മാനേജർ ആയിട്ടുണ്ട്. അവന് 6 മാർക്ക്, 6 ശമ്പളം എന്നൊക്കെ പറയുന്ന ഒരു 6 മാർക്ക് അവന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ പക്ഷേ dy/dx xy വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ അങ്ങോട്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ അതൊക്കെ എത്ര ചെയ്തോളെന്ന് എനിക്ക് അറിയില്ല. അത് പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ പാർട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കോൺസ്റ്റന്റ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതും പലരും കണ്ടു കാണത്തില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. പിന്നെ വേറെ ഏതെങ്കിലും മെത്തേഡ് കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ. അപ്പോൾ ഓവറോൾ പറയുമ്പോൾ കുട്ടികൾക്ക് വളരെ വിഷമം പിടിച്ച ഒരു രീതിയാണ് ഇപ്പൊ ആൻസർ കീയിൽ വന്നേക്കുന്നത്. ഇനി ഇതൊക്കെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമുക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും +1 കൂടെ എന്തെങ്കിലും ഈസി ആയിട്ട് മാർക്ക് കിട്ടുമെന്നുള്ള രീതിയില്ല. എഴുതിയവർക്കൊക്കെ തന്നെ ഉള്ളൂ. കാരണം അവർ പറയുന്ന റിമാർക്സിൽ പറഞ്ഞേക്കുന്നതൊന്നും ആരും എഴുതാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ പ്രതീക്ഷയ്ക്ക് മീൻസ് വലിയ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ഒരു പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും ശുഭപ്രതീക്ഷയിൽ നമുക്ക് നിർത്താം. എല്ലാവരും റിസൾട്ട് വരെ കാത്തിരിക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ചാനലുകൾ കൃത്യമായിട്ട് തരും. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ചാനൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് നൈറ്റ്.